വയനാട് ജില്ലയിൽ കർഷകർ ഏറെയുള്ള പഞ്ചായത്താണ് കോട്ടത്തറ പഞ്ചായത്ത്. കാർഷിക വൃത്തി തന്നെയാണ് ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗവും. നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ തുടങ്ങിയ പാതകളൊന്നും ഈ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്നില്ല. വലിയ ടൗൺഷിപ്പുകളുമില്ലാത്ത ഒരു പഞ്ചായത്താണ് കോട്ടത്തറ. വിശാലമായി കിടക്കുന്ന വയലേലകളും പച്ചപ്പ് വിരിച്ച കുന്നുകളുമൊക്കെ ഈ പ്രദേശത്തിന് അനിർവചനീയമായ ഒരു ഭംഗി നൽകുന്നുണ്ട്. വെണ്ണിയോട് ചെറിയ ടൗണിലുള്ള മുളഞ്ചില്ലകളിൽ കൂടുകൂട്ടിയ ദേശാടന പക്ഷികൾ ഒരു നല്ല കാഴ്ചയാണ്. സ്വയം പര്യാപ്തത കൈവരിക്കാൻ തനതു വരുമാനമില്ലാതെ തന്നെ പഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. എന്നാൽ വികസനത്തിൽ ഇനിയും അതിവേഗം സഞ്ചരിക്കാനുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 13 വാർഡുകളാണ് നിലവിൽ പഞ്ചായത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് കൂടി വർദ്ധിച്ച് അത് 14 ആകും. ിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് വിഷൻ നടത്തുന്ന തദ്ദേശയാത്ര ഇന്ന് യാത്ര നടത്തുന്നത് കോട്ടത്തറ പഞ്ചായത്തിലൂടെയാണ്. 13 വാർഡുകളാണ് കോട്ടത്തറ പഞ്ചായത്തിലുള്ളത്. ഈ കോട്ടത്തറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഇപ്പോൾ UDFൻ്റെ ഭരണമാണ് കോട്ടത്തറ പഞ്ചായത്തിലുള്ളത്. തീർത്തും തനതു വരുമാനമില്ലാത്ത ഒരു പഞ്ചായത്ത് കൂടിയാണ് കോട്ടത്തറ പഞ്ചായത്ത്. പക്ഷേ അവിടെ എത്രത്തോളം കണ്ട് വികസന പ്രവർത്തികൾ നടത്താൻ ഭരണസമിതിക്ക് സാധിച്ചു, അതിന് എന്തൊക്കെ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് വയനാട് വിഷൻ്റെ തദ്ദേശ യാത്ര ഇന്ന് കോട്ടത്തറ പഞ്ചായത്തിലൂടെ തുടരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തദ്ദേശ യാത്രയിലേക്ക് സ്വാഗതം. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്തുകളിലൊന്നാണ്. സംസ്ഥാനത്ത് തന്നെ വരുമാനം കുറഞ്ഞ 2ാമത്തെ പഞ്ചായത്താണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ മറ്റ് മേഖലകളിൽ നിന്ന് ലഭിക്കാവുന്ന ഫണ്ടുകൾ പരമാവധി ലഭ്യമാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റുക, അടിസ്ഥാനപരമായ വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ലക്ഷ്യം. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് തന്നെ കോട്ടത്തറയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് വേണ്ടി ATM കൗണ്ടർ പോലും ഇല്ല എന്ന് ആളുകൾ പരിതപിച്ച ഒരു കാലത്തു നിന്നാണ് ഞങ്ങൾ ഭരണം ആരംഭിക്കുന്നത്. മടക്കിമല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ബാങ്ക് വെണ്ണിയോട് ടൗണിൽ പഞ്ചായത്ത് ആസ്ഥാനത്ത് ATM സ്ഥാപിക്കുകയും ആയിരുന്നു ആദ്യം ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു തുടർച്ച എന്ന നിലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അത്തരത്തിലുള്ള പുതിയതായ എന്തെങ്കിലും ഒരു നൂതന പദ്ധതി ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ ഏക ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് വാളൽ സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. കോട്ടത്തറക്കാരുടെ സ്വപ്ന സാഫല്യം എന്ന് പറയുന്ന രീതിയിൽ 1,56,00,000 രൂപ ഈ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും പൊതുമേഖലാ സ്ഥാപനമായ HLനെ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ദലം സബ് സെൻ്ററും അതേപോലെ മെയിൻ സെൻ്ററും വളരെ ശോചനീയാവസ്ഥയിലാണെന്നും ഇത് CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി വളരെ മികച്ച രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നും ഞങ്ങൾ NHMനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 75 ലക്ഷം രൂപ വെച്ച് ഒരു സബ് സെൻ്ററിന് അനുവദിച്ച് 1.5 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി കിട്ടി. അതും 2 നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പലപ്പോഴും ഭരണസമിതി യോഗം ചേരുമ്പോൾ ഇടതുപക്ഷ പ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾ പല നിർദ്ദേശങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോൾ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല. ഈ 5 വർഷം, ഇപ്പം ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷം തീരാൻ പോകും. ഈ 5 വർഷക്കാലത്ത് ഈ കോട്ടത്തറ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്കതായ, ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതായ ഒരു പദ്ധതിയും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു നൂതന പദ്ധതികളൊന്നും കാണാൻ കഴിയില്ല. NABH അംഗീകാരം ദേശീയ നിലവാരത്തിലേക്ക് മെച്ചന ഈരങ്കൊല്ലി ആയുർവേദ ആശുപത്രിയും അതോടൊപ്പം തന്നെ വാളൽ ആശുപത്രിയോടൊപ്പം തന്നെ അതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മെച്ചന ആയുർവേദ ആശുപത്രിയിൽ ഏറ്റവും മികച്ച പച്ചത്തുരുത്ത് നിർമ്മിച്ചുകൊണ്ട് ജില്ലയിലെ സ്ഥാപന ഇനത്തിൽ ഏറ്റവും മികച്ച പച്ചത്തുരുത്ത് എന്നുള്ള അവാർഡ് കൂടെ നേടിയപ്പോൾ ആ പാരിസ്ഥിതികമായും ഈ സ്ഥാപനത്തെ
അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്തരത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ ആ ഒരു മേഖലയിലും ആയുർവേദ ആശുപത്രികളെ അല്ലെങ്കിൽ 2 ഡിസ്പെൻസറികളെ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വെണ്ണിയോട് ഹോമിയോ ഡിസ്പെൻസറിക്കും ദേശീയ നിലവാരമുള്ള NABH അംഗീകാരം നേടുകയുണ്ടായി. പ്രഥമ കായകൽപ്പ അവാർഡ് കോട്ടത്തറയിലെ ഈ മാതൃകാ ഹോമിയോ ആശുപത്രിക്ക് 2ാം സ്ഥാനം നേടിക്കൊണ്ട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും നൂതന പദ്ധതിയായി ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് ഞങ്ങൾ അംഗീകാരത്തിനായി നൽകുകയും പഞ്ചകർമ്മ ചികിത്സ നടത്തുന്നതിനായി പഞ്ചായത്തിന് അനുമതി ലഭിക്കുകയും ചെയ്തു. PHCയിൽ അനേകം കേന്ദ്ര ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ 2-3 വർഷമായി എൻ്റെ പണി ഒരു MLA ഫണ്ട് വെച്ചിട്ട് അത് പണി പൂർത്തിയാകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ലൈഫ് ഭവന പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് വീട് കൊടുക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നല്ലൊരു പണം അതിന് നീക്കി വെക്കണം. പലപ്പോഴും അങ്ങനെയൊരു പണം നീക്കി വെക്കാൻ പറയുമ്പോൾ മറ്റു പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിന് പണം നീക്കി വെക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഈ 5 വർഷം പൂർത്തിയാവുന്നതിനിടയിൽ എൻ്റെ വാർഡിലാകെ ഒരു 5 പേർക്കാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടിയത്. അതുതന്നെ 2020 മെമ്പർ എന്ന നിലയിൽ ചുമതലയേറ്റുന്ന ആ കാലത്ത് വന്നതാണ്. പിന്നീട് ഈ പഞ്ചായത്തിലുള്ള ലൈഫ് ഭവന പദ്ധതി ഏതാണ്ട് 250 ഗുണഭോക്താക്കൾ ഇപ്പോഴും വീടിന് കാത്തു നിൽക്കുക. PMAY പ്രകാരം വീടുകൾ അനുവദിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ലഭിക്കാത്തതുകൊണ്ട് പെട്ടെന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അനേകം വീടുകളില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഈ പഞ്ചായത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 40% ST വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. തനത് ഫണ്ട് കുറവുള്ളൊരു പഞ്ചായത്താണ്. എങ്കിൽ പോലും ഈ വീട് അത്യാവശ്യമാണ് എല്ലാവർക്കും. അതിന് ഫണ്ട് സംസ്ഥാന സർക്കാരിന് വശത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കർഷകന് സ്വന്തം സ്ഥലത്ത് പമ്പ് ഹൗസ് നിർമ്മിച്ച് കാർഷിക വിളകൾക്ക് ജലസേചന സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അതിൻ്റെ വൈദ്യുതി ചാർജ് പോലും സൗജന്യമാണ്. എന്നാൽ പഞ്ചായത്ത് മുൻപുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി അത്തരത്തിലുള്ള ആളുകളുടെ അപേക്ഷകൾ നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഞങ്ങൾ ഏകദേശം 30ഓളം കർഷകർ ഇപ്പോൾ അപേക്ഷിച്ചു. 30 കർഷകർക്കും ജലസേചനത്തിന് പുഴയിൽ നിന്നും സൗജന്യമായി ഉപാധികളോടെ വെള്ളം പമ്പ് ചെയ്യാമെന്ന അനുമതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് KSEBിയിൽ നിന്നും വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയുണ്ടായി. ഇവരൊക്കെ കൃഷിക്ക് ഈ ജലസേചനം ഉപയോഗപ്പെടുത്തുകയാണ്. ജലനിധി പദ്ധതി വെണ്ണിയോട് വലിയ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ വണ്ടിയാമ്പറ്റയിൽ ടാങ്കിലേക്ക് അടിച്ചിട്ടാണ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. അത് നവീകരിക്കാനും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ ഭരണസമിതിക്ക് നേതൃത്വത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആളുകൾക്ക് ശുദ്ധമായ ജലം കിട്ടുന്നില്ല. ഇപ്പോഴും ആളുകൾ പുഴയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ജലജീവൻ മിഷൻ ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് പ്രധാനമായിട്ടും വെള്ളം സംഭരിച്ച് നിൽക്കാനുള്ള വലിയൊരു സംഭരണി ഉണ്ടാക്കണം. അതിന് സ്ഥലം കണ്ടെത്തണം. പക്ഷെ അതൊന്നും ഒരു തീരുമാനമാക്കി അവർക്കത് ഏൽപ്പിച്ചു കൊടുക്കാൻ, ജലജീവൻ മിഷൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കോട്ടത്തറ പഞ്ചായത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം 40% ST വിഭാഗക്കാർ താമസിക്കുന്ന പഞ്ചായത്തിൽ ഉന്നതികളിലും ഈ പൈപ്പ് കണക്ഷൻ്റെ എത്തിക്കാൻ കോട്ടത്തറ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കുടിവെള്ള പദ്ധതി, കുടിവെള്ള പൈപ്പ് ലൈൻ, ജലജീവൻ മിഷൻ്റെ പുറമെ ആദ്യം ജലനിധി ഉണ്ടായിരുന്നു. അതും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ വലിയ വീഴ്ചകൾ ഇവിടെ കാണുന്നുണ്ട്. ബഹുമാന്യായ രാഹുൽ ഗാന്ധി MP ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാവുമന്നം മാടക്കുന്ന് കുറുമണി ബാങ്ക് കുന്ന് റോഡിന് 15 കോടി രൂപ അനുവദിക്കുകയും അത് നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് ചെന്നലോട് കൂട്ടുപാറ റോഡും വാളൽ വഴി കടന്നു പോകുന്ന വെണ്ണിയോട് വഴി കടന്നു പോകുന്ന ആ റോഡിന് 15 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 റോഡുകൾക്കായി, അതായത് വെണ്ണിയോട് മൈലാടി റോഡുകളിന് വേണ്ടി 49 ലക്ഷം രൂപ, മൈലാടി ജൂബിലി റോഡിന് വേണ്ടി ഏകദേശം 38 ലക്ഷം രൂപ, അതേപോലെ തന്നെ PHC കല്ലുമട്ടംകുന്ന് റോഡിന് വേണ്ടി ഏകദേശം 35 ലക്ഷം രൂപ, കളരിപ്പൊയിൽ ലിങ്ക് റോഡിന് വേണ്ടി ഏകദേശം 49 ലക്ഷം രൂപയും ലഭ്യമായി. ഇതെല്ലാം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതിൽ വെണ്ണിയോട് മൈലാടി റോഡ് മാത്രമേ ഇനി ടെൻഡർ നടപടി പൂർത്തീകരിക്കാനുള്ളൂ. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 300ഓളം റോഡുകൾ പൂർത്തീകരിച്ച ഏക ഗ്രാമപഞ്ചായത്ത് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തായിരിക്കും. വെണ്ണിയോട് ഒരു പകൽ വീടുണ്ട്, അതിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായി. അതിനൊരു പൈസയും ഇതുവരെ പഞ്ചായത്ത് അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ മേൽക്കൂര തന്നെ അടക്കം കാറ്റത്ത് പറന്നു പോയിട്ട് ഇപ്പോൾ അത് എവിടെയുള്ളതെന്ന് അറിയില്ല. അത് റിപ്പയർ ചെയ്യാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്.
തനതു വരുമാനമില്ലാത്ത ഒരു പഞ്ചായത്ത് കോട്ടത്തറ പഞ്ചായത്ത്. അവിടെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പങ്കുവയ്ക്കുമ്പോൾ യാതൊരുവിധ വികസനങ്ങളും വേണ്ട രീതിയിൽ നടപ്പാക്കിയിട്ടില്ലാത്ത പഞ്ചായത്താണ് കോട്ടത്തറ എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു. ഇവരുടെയൊക്കെ വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും വോട്ടർമാരാണ് നിശ്ചയിക്കുക ആര് ഭരിക്കണം, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരെ വിജയിപ്പിക്കണമെന്നുള്ളത്. നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും കോട്ടത്തറയിലൂടെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഷോർട്ട് ബ്രേക്ക്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം 30 ലക്ഷം രൂപ ചെലവഴിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ചെക്ക് ഡാം വണ്ടിയാമ്പറ്റിയിൽ ഞങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അത് ജലസേചന സൗകര്യത്തിന് ഒരുപക്ഷെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെടുന്ന ആ ചെക്ക് ഡാമിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 2 കോടി രൂപ വെള്ളമ്പാടിയിൽ പുതിയതായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പിൽ തന്നെ ഒരു ഒഴിവുണ്ടായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ട് ഇതുവരെ ആളെ നിയമിച്ചില്ല, എത്രയോ കാലമായി. അതുപോലെ തന്നെ വാളൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ PHC ഉണ്ട്. ആ PHC ലാബ് ടെക്നീഷ്യൻ ഇല്ല. അപ്പോൾ ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആ അപേക്ഷ ക്ഷണിച്ചിട്ട് കുറേ പേർ ഇൻ്റർവ്യൂവിന് വന്ന് ആ റാങ്ക് ലിസ്റ്റ് അവിടെ കിടക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് കിട്ടാതെ വരുമ്പോൾ നിയമനം നടത്താതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. കാർഷിക മേഖലയിൽ പരമാവധി ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന്, അതേപോലെ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ, കുരുമുളക് തൈയും കാപ്പിത്തൈയും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിലൊക്കെ ഒട്ടേറെ ഏകദേശം 1 ലക്ഷത്തിലധികം കാപ്പിത്തൈകൾ ഇവിടുത്തെ കർഷകർക്ക് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച് നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിശോധിച്ചാൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിന് മുമ്പിൽ തന്നെ അയാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കാണുന്ന ഒരു ആദിവാസി കോളനി ഉണ്ട്, കള്ളംപട്ടി കോളനി. ആ കോളനിയുടെ തൊട്ടടുത്ത് ആ കോളനി നിവാസികൾക്ക് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഹാംലെറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതാണ്ട് നല്ലൊരു പൈസ ചിലവാക്കിയൊരു ഓഡിറ്റോറിയം പണിത്. എന്നാൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിൽ കൊണ്ടുവരാനോ അവിടെ ചോർന്നൊലിക്കുന്ന അവസ്ഥ മാറ്റാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റിപ്പയറിങ് നടത്തി അവർക്ക് കുടിവെള്ളമോ ടോയ്ലറ്റ് ഒരു സൗകര്യവും ചെയ്തില്ല. ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്യുമ്പോൾ അവിടെ കോളനിയിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് ആ പാവപ്പെട്ടവരായി ഈ ഹാളിനകത്താണ് കയറിയിരിക്കുന്നത്. വയനാട് ജില്ലയിൽ പ്രളയമെന്ന് കേട്ടാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോട്ടത്തറയിലെ ജനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രളയകാലത്ത് ആളുകൾ ഏത് ഒരു പ്രളയകാലത്തും ഞങ്ങൾ 7ഓളം ക്യാമ്പുകൾ സ്കൂളുകളിലും അതേപോലെ പാരിഷുകളിലും മദ്രസയിലൊക്കെ ആയിട്ട് ആരംഭിക്കാറാണ്. വിദ്യാലയങ്ങൾ 15ഉം 20ഉം ദിവസം അടഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികളുടെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു ഷെൽട്ടർ ഹോം നിർമ്മിക്കുക എന്നുള്ള ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇവിടെ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ കരാറുകാരെ സ്വാധീനിച്ച് എന്തെങ്കിലും പൈസ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ അഴിമതിക്ക് അവർ പല രീതിയിലുള്ള വളഞ്ഞ വഴി സ്വീകരിക്കുന്നു. അതിൽ പങ്കുപറ്റലും പ്രശ്നങ്ങളുമായിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെച്ച് പോയിട്ട് ആ ചെയർമാനെ തന്നെ അവർ യാതൊരു വിധ മടിയില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് ഏകദേശം 35 വർഷമായി കൈവശത്തിൽ 2 ഏക്കർ ഭൂമിയുണ്ട്. ഈ മനോഹരമായ സ്ഥലം ഏറ്റവും ഉയർന്ന പ്രദേശമാണ്, മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ എത്തിച്ചേരാം എന്നുള്ളത് കൊണ്ട് ആ സാധ്യതകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിങ്ങിൽ സാസ്കി ഫണ്ടിൽ 3.5 കോടി രൂപ മറ്റൊരു ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഭരണാനുമതി ആവുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയായി ബന്ധപ്പെട്ട് DPR ഇപ്പോൾ PWD തയ്യാറാക്കുകയും. ഇവിടെ പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ ഒരു 2 ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ഈ കോട്ടത്തറയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം അനുവദിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതിന് 75 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ അവിടേക്ക് ആവശ്യമായ റോഡ് ഉണ്ടാക്കി കൊടുക്കാനോ ആവശ്യമായ റോഡിന് ഫണ്ട് അനുവദിച്ചു അത് വിലയ്ക്ക് വാങ്ങി അവിടേക്ക് റോഡ് വെട്ടി ആ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ ഇതുവരെ തയ്യാറല്ല. അത് ലാപ്സായിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ഷെൽട്ടർ ഹോം, ഇന്ത്യയിൽ ആദ്യമായി അത്തരത്തിൽ മൃഗങ്ങളുടെ ഒരു ഷെൽട്ടർ ഹോം കൂടി വിഭാവനം ചെയ്ത് അതിൻ്റെ തറക്കല്ലിടൽ ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തീയതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം ആരംഭിക്കും. ഈ കോട്ടത്തറ പാലം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 10 കോടി രൂപ അനുവദിച്ചതാണ്. അപ്പോൾ ആ പാലം കിഫ്ബി ഏറ്റെടുക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ കിഫ്ബി ഇവിടെ വന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 5 കോടിയിൽ താഴെ രൂപ മാത്രമേ ഈ പാലത്തിനും അപ്രോച്ച് റോഡിനും വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് അവരത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറായ ഒരു കമ്മിറ്റി ഇവിടെ MLA വിളിച്ചു ചേർത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഒന്ന് ആലോചിച്ച് ഇതിന് പ്രപ്പോസൽ കൊടുത്ത് PWDനെ കൊണ്ടോ മറ്റോ അല്ലെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പണിയും എടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഫുട്ബോളും
ചെസ്സും പരിശീലനം ആരംഭിച്ചു. ഈ വർഷവും അത് തുടർ പദ്ധതിയായി ഏറ്റെടുത്തു. ഈ വർഷം വോളിബോൾ പരിശീലനം കൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. കായിക മേഖലയിൽ ഒരുപാട് പ്രഗത്ഭരായ കളിക്കാരും കായിക താരങ്ങളും ഒക്കെ ഉള്ളൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ കായിക താരങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവിടെ സ്റ്റേഡിയവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നവീകരിക്കാനുള്ള ഒരു പദ്ധതി ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഒരു നല്ലൊരു സ്റ്റേഡിയം നമുക്ക് ഇവിടെ പഞ്ചായത്തിലില്ല. കുറുമ്പാലക്കോട്ട ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട പഞ്ചായത്തിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൂടെ ആളുകൾ ആ കുറുമ്പാലക്കോട്ടയിലേക്ക് പോകുന്നത് കുറഞ്ഞു വരികയാണ്. ഒക്കെ അപ്പുറത്ത് പനവരം ഏറ്റവും ഭാഗത്തിലൂടെയാണ് ആളുകൾ കൂടുതലായിട്ട് കുറുമ്പാലക്കോട്ടയിൽ. കാരണം അവർ പനവരം പഞ്ചായത്ത് അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കോട്ടത്തറ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുറുമ്പാലക്കോട്ട മല കാണാൻ പോകുന്ന ആളുകൾക്ക് അവിടെ വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ നിൽക്കാനും അവർക്ക് വിശ്രമിക്കാനുള്ളൊരു സൗകര്യം എന്ന നിലയിൽ ഒരു കെട്ടിടം പണിതിട്ട് ആ കെട്ടിടത്തിന് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. കോട്ടത്തറ പഞ്ചായത്തിൽ ഒരു വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി കുറുമ്പാലക്കോട്ട ടൂറിസം പദ്ധതി, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോട്ടത്തറ പഞ്ചായത്തിൽ പ്രത്യേകിച്ചൊരു നല്ലൊരു വികസന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യം പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്തെങ്കിലും അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള കേരളത്തിൽ വയനാട് ജില്ലയിലെ ഒരു ഏറ്റവും പിന്നോക്ക പഞ്ചായത്ത് എന്നുള്ള നിലയിലുള്ള കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് 32ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. 5250 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഒരു ഏറ്റവും മികച്ച ഓഡിറ്റോറിയം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുകയുണ്ടായി. വരുമാന വർധനവായ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിൽ ഈ ഓഡിറ്റോറിയം ഒരു വലിയ സാധ്യതയെ ഞങ്ങൾ കാണുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നയനാർ കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സ്ഥിതി പറഞ്ഞാൽ കോട്ടത്തറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഓഡിറ്റോറിയമാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നൊരു ഈ ഹാളിന് ഇതുവരെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു നയ പൈസ പോലും ചിലവാക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പഞ്ചായത്തിലൊരു പുതിയ ഓഡിറ്റോറിയം, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു പുതിയ ഓഡിറ്റോറിയം പണിതു. ആ ഓഡിറ്റോറിയം പണിയുന്ന സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവിടെ തന്നെ നിലവിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. പഞ്ചായത്തിന് ഓഫീസിനോട് ചേർന്നൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുകളിലുള്ള എല്ലാ ഓഫീസുകളും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി. അപ്പോൾ ആ ഹാള് ഒന്ന് നവീകരിച്ചാൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ അവിടെ നടത്താൻ കഴിയും. അപ്പോൾ അതിന് പരിഗണിക്കാതെ പുതിയ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പുതിയ ഓഡിറ്റോറിയത്തിന് വേണ്ടി ഏതാണ്ട് 1 കോടി രൂപയോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇന്ന് ചിലവായി എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി ഹാൾ, വൈപ്പിടിയിലൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, കുഴുവയിലൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹാളുകളെല്ലാം ഇന്ന് റിപ്പയർ ചെയ്യാതെ ആളുകൾക്ക് ഗ്രാമസഭ ചേരാനോ സൗകര്യത്തിന് യോഗത്തിൽ വന്നിരുന്ന് കാര്യങ്ങൾ പറയാനോ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് തകർന്നു പോവുകയാണ്. ശ്മശാന നിർമ്മാണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ഭരണസമിതിയുടെ പിടിപ്പുകേട് എന്ന് പറയാം. അതിന് വേണ്ട ഭൂമി സംബന്ധമായ രേഖകൾ ഇപ്പോഴും അത് വിട്ടുതന്ന സ്വകാര്യ വ്യക്തികളുടെ പേരിലായതുകൊണ്ട് ആ തുക അവിടെ ചെലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇവിടെ 40% ST കളുള്ള പഞ്ചായത്തിൽ അവരൊരു മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ശ്മശാനം എന്ന നിലയ്ക്ക് അതില്ലാത്തത് ഈ കോട്ടത്തറ പഞ്ചായത്തിൽ ഏറ്റവും വലിയൊരു അനാസ്ഥയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലം 10 സെൻറ്റ് 5 സെൻറ്റ് ഉള്ള സ്ഥലത്ത് അവരെ മറവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുള്ള സമയത്ത് പഞ്ചായത്ത് എടുത്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു ശ്മശാനം കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ലീലാമ്മ ജോസഫ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ആ ശ്മശാനത്തിലേക്ക് ആവശ്യമായ റോഡിന് ഫണ്ട് വെക്കുകയും അത് അത്യാവശ്യം കുറച്ച് പണികൾ അവിടെ എടുക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ പഞ്ചായത്തിന് ശുചിത്വ മിഷൻ എന്ന നിലയിൽ 10-35 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഇതുവരെ ചിലവാക്കാനോ അവിടേക്കൊരു മനുഷ്യന് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അത് കാട് പിടിച്ച് ഒരാൾക്ക് പോലും ഒരു ശവസംസ്കാരം അവിടെ നടത്താൻ കഴിയാത്ത രീതിയിൽ അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും അല്ലെങ്കിൽ കോട്ടത്തറ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് പിന്തുണ നൽകി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിനുവേണ്ടി സഹായിച്ച പിന്തുണച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി കൂടി അറിയിക്കുന്നു. പല ആവശ്യങ്ങളുണ്ടാവും. അതിർത്തി തർക്കം ഉണ്ടാവും, മറ്റ് പൈസേൻ്റെ പ്രശ്നം ഉണ്ടാവും, വീടിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ 108 പരാതികൾ നമ്മുടെ പഞ്ചായത്തിൽ ആളുകൾ വന്ന് കൊണ്ടുതരും. എന്നാൽ ഈ പരാതി യഥാർത്ഥത്തിൽ പരിശോധിക്കാനോ അതിനൊരു സംവിധാനമോ ഇല്ല. പരാതി പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ഞങ്ങളെ ചിലർ അതിൽ അംഗങ്ങളാണ്. പക്ഷെ താല്പര്യമുള്ള ചില കേസുകൾ മാത്രം പരാതിയായിട്ട് വരും. ബാക്കിയുള്ളതൊന്നും പരാതി എവിടെയെന്ന് കാണാൻ കഴിയില്ല. കോട്ടത്തറ പഞ്ചായത്തിലൂടെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് വയനാട് വിഷൻ വയനാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയും ഈ യാത്ര സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ വാഗ്വാദങ്ങളും അവകാശവാദങ്ങളും പരാമർശങ്ങളും വിമർശനങ്ങളും എല്ലാം വിവിധയിടങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ വികസനം തുടങ്ങുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ് എന്നത് തന്നെയാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ വികസനമാണ് ആ രാജ്യത്തിലെ ജനങ്ങളുടെ വികസനം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ വികസനം, അടിസ്ഥാന വികസനമെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ വരും തെരഞ്ഞെടുപ്പിൽ ആരാണ് തങ്ങളുടെ വാർഡിനെ നയിക്കേണ്ടത്, ആരാണ് തങ്ങളുടെ പഞ്ചായത്തിനെ നയിക്കേണ്ടത്, മുനിസിപ്പാലിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാം തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ജനാധിപത്യ വ്യവസ്ഥിതി പൂർണ്ണമായും നടപ്പിലാകുന്നത് ഇത്തരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ അവകാശ വിനിയോഗത്തിലൂടെയാണ്. അതാണ് തെരഞ്ഞെടുപ്പിൽ ഇനി കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം കോട്ടത്തറ പഞ്ചായത്തിൻ്റെ ഭാവി ആര് മുന്നോട്ട് കൊണ്ടുപോകും, വരും തെരഞ്ഞെടുപ്പിൽ ആര് ഭരണത്തിലേറും എന്നുള്ളതല്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും അടുത്ത് മറ്റ് പഞ്ചായത്തുകളിലേക്ക് കൂടിയുള്ള യാത്ര നമ്മൾ തുടരും. നമസ്കാരം.